സമയവാർത്തകളിലേക്ക്. ചിന്നക്കനാലിൽ കാട്ടാനാക്രമത്തിൽ വീട്ടമ്മ കൊല്ലപ്പെട്ടു. സിംഗകണ്ഠം സ്വദേശി വെള്ളസ്വാമിയുടെ മകൾ മാരിയാണ് മരിച്ചത്. മകനെ സ്കൂളിൽ വിടാൻ പോകുമ്പോഴായിരുന്നു കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത്. മകനും അപകടത്തിൽ സാരമായി പരിക്കേറ്റു. മാരിയെ കാട്ടാന ചവിട്ടി കൊലപ്പെടുത്തുകയായിരുന്നു. ഇപ്പോൾ സംഭവം നടന്ന പ്രദേശത്ത് വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. ദൃശ്യങ്ങളിലേക്ക്. നിലവിൽ മിനിസ്റ്ററും ഡിഎഫ്ഒയും റേഞ്ച് ഓഫീസറുള്ള ആളുകളെ കുട്ടമ്പറ്റുണ്ട്. നാൽപ്പത്തിയേഴ് പേര് മരിച്ചിട്ട് നിങ്ങൾക്ക് ശാശ്വത പരിഹാരം കഴിഞ്ഞ ദിവസം ഇപ്പോൾ എന്റെ കൈ പോവായില്ല. 24-ാം തീയതി പോയിട്ട് ഇത് വാർത്തയിൽ കൂടുതൽ വിശദാംശങ്ങളുമായി ഇപ്പോൾ അനീഷ് ചേരുകയാണ്. അനീഷ്, ഇപ്പോൾ ജില്ലയിൽ വീണ്ടും കാട്ടാനാക്രമത്തിൽ ഒരു ജീവൻ കൂടി പൊളിഞ്ഞിരിക്കുന്നു എന്നുള്ള സങ്കടകരമായ വാർത്തയാണ് ഈ പ്രഭാതത്തിൽ വരുന്നത്. ചിന്നക്കനാലിൽ കാട്ടാനാക്രമത്തിൽ ഇപ്പോൾ വീട്ടമ്മ കൊല്ലപ്പെട്ടിരിക്കുന്നു. സിംഗകണ്ഠം സ്വദേശി വെള്ളസ്വാമിയുടെ മകൾ മാരിയാണ് ഇപ്പോൾ കൊല്ലപ്പെട്ടിരിക്കുന്നത്. നിലവിലിപ്പോൾ എന്താണ് പ്രദേശത്ത് വലിയ പ്രതിഷേധം ഉണ്ടെന്ന് അറിയാൻ കഴിയുന്ന വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? 47ാമത്തെ മരണമാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ ഉണ്ടായിരിക്കുന്നത്. ഇന്ന് രാവിലെ 8 മണിയോട് കൂടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു ദാരുണമായിട്ടുള്ള സംഭവം ഉണ്ടായത്. അതായത് നിതിൻ സൂചിപ്പിച്ചതുപോലെ തന്നെ സിംഗകണ്ഠം സ്വദേശി വെള്ളച്ചാമിയുടെ മകൾ മാരി 37 വയസ്സായിരുന്നു ഇവർക്ക് ഉണ്ടായിരുന്നത്. ഇവര് വിധവയാണ്. ഇവർക്ക് 2 മക്കളുണ്ട്. ഈ മക്കളെ സ്കൂളിലേക്ക് വിടുവാനായി പോകുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു അപകടം ഉണ്ടാകുന്നത്. രാവിലെ മേഖലയിൽ വലിയ മഴയും മഞ്ഞും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. ഇതിനാൽ തന്നെ കാട്ടാനെ കാണുവാൻ വേണ്ടിയിട്ട് സാധിച്ചില്ല എന്നുള്ളതാണ് നാട്ടുകാരൊക്കെ തന്നെ പറയുന്നത്. ഇവർ കാട്ടാനയുടെ മുന്നിൽ അകപ്പെടുകയും ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിൽ കാട്ടാന ഇവരെ ചവിട്ടി നിലത്തേക്ക് ഇടുകയുമായിരുന്നു. തുടർന്ന് തലയ്ക്ക് ഉൾപ്പെടെ മാരകമായി പരിക്കേറ്റ മാരി സംഭവ സ്ഥലത്ത് തന്നെ മരിക്കുകയും ചെയ്തു. പരിക്കേറ്റ മകനെ സമീപത്തുള്ള ഒരു വേലിക്കെട്ടിലേക്കാണ് തെറിച്ചു വീണത്. ഇവിടെ നിന്നും കാട്ടാനയെ തുരത്തിയ ശേഷം വനം വകുപ്പ് തന്നെയാണ് ഇപ്പോൾ അടിമാലി താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. മാരിയുടെ മൃതദേഹം ആദ്യം സൂര്യനെല്ലിയിലെ കമ്പനി ആശുപത്രിയിലും പിന്നീട് ഇപ്പോൾ അല്പസമയം മുമ്പാണ് ചിന്നക്കനാലിലെ PHSയിലേക്കും എത്തിച്ചത്. ഇവിടെ നിന്നും അടിമാലിയിലെ താലൂക്ക് ആശുപത്രിയിലേക്ക് പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റുന്നതിനാണ് ഇങ്ങോട്ടേക്ക് എത്തിച്ചത്. എന്നാൽ ഇപ്പോൾ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം തന്നെയാണ് മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നാട്ടുകാർ, DFO ഉൾപ്പെടെയുള്ള ഉന്നത വനം വകുപ്പ് അധികൃതർ എത്താതെ ഈ മൃതദേഹം ഇവിടെ നിന്നും മാറ്റുവാൻ വേണ്ടി സമ്മതിക്കില്ല എന്നുള്ള കടുത്ത നിലപാടിലാണ്. 47ാമത്തെ ആളാണ് ഇപ്പോൾ ഇവിടെ അന്തരിച്ചിട്ടുള്ളത്. കാട്ടാന തുടർച്ചയായി ആക്രമണങ്ങൾ ഉണ്ടാക്കുന്നു. കഴിഞ്ഞ 25 വർഷത്തെ കണക്കാണ് ഞാൻ പറഞ്ഞത്. 47 ആളുകളുടെ ജീവൻ കാട്ടാനക്കലിയിൽ പൊലിയുന്ന ഒരു മേഖല സംസ്ഥാനത്ത് തന്നെ വേറെ ഉണ്ടാകില്ല എന്നുള്ളത് തന്നെയാണ്. ഇവിടെ വനം വകുപ്പ് വളരെ വലിയ രീതിയിലുള്ള ശക്തമായിട്ടുള്ള നിരീക്ഷണമൊക്കെ നടത്തുന്നുണ്ട് എന്ന് അവകാശപ്പെടുമ്പോഴാണ് ഇത്തരത്തിലുള്ള കാട്ടാന ചവിട്ടിയും കാട്ടാനയുടെ ആക്രമണത്തിൽ പരിക്കേറ്റും തുടർച്ചയായിട്ടുള്ള മരണങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് നാട്ടുകാരുടെ പ്രതിഷേധത്തിലേക്ക് വഴിവെച്ചിട്ടുള്ളത്. കഴിഞ്ഞ വർഷവും നമുക്കറിയാം, കഴിഞ്ഞ വർഷം 9 ജീവനുകളാണ് ചിന്നക്കനാൽ, ശാന്തൻപാറ, പൂപ്പാറ മേഖലകളിൽ മാത്രം കാട്ടാനയുടെ ആക്രമണത്തിൽ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത്. മുമ്പ് ചക്കക്കൊമ്പനും മുറിവാലിനും ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത് വളരെ വലിയ രീതിയിൽ ഒരു വർഷം ഏകദേശം 10 മുതൽ 15 വരെ ജീവനുകൾ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. ഈ ആനകളെ ഇവിടെ നിന്നും ഉന്മൂലനം ചെയ്ത ശേഷം മുറിവാലൻ ചക്കക്കൊമ്പന്റെ കുത്തേറ്റ് മരിക്കുന്നു. അരിക്കൊമ്പനെ ഗവൺമെന്റ് തന്നെ കാട് മാറ്റുന്ന ഒരു സ്ഥിതിയൊക്കെ നമ്മൾ കണ്ടത്. ഇതിനുശേഷം അല്പം കുറഞ്ഞിരുന്നുവെങ്കിലും സമീപ നാളുകളിൽ വളരെ വലിയ രീതിയിൽ ചക്കക്കൊമ്പനും അതോടൊപ്പം തന്നെ പുതുതായിട്ട് ഉള്ള മറ്റു കൊമ്പന്മാരും മറ്റു ആനക്കൂട്ടവും ഒക്കെ തന്നെ വ്യാപകമായ നാശനഷ്ടമാണ് മനുഷ്യജീവനും അതുപോലെ തന്നെ കൃഷി ദഹനങ്ങൾക്കും ഒക്കെ തന്നെ വരുത്തുന്നത്. കൃഷിയൊക്കെ വ്യാപകമായിട്ട് നശിപ്പിക്കുന്ന കാഴ്ച ഓരോ ദിവസവും ആ മേഖലയിൽ കാണാവുന്നതാണ്. അതായത് ചിന്നക്കനാൽ, BL-റാം, അതുപോലെ തന്നെ സൂര്യനെല്ലി, ആനയിറങ്കൽ, പൂപ്പാറ, ശാന്തൻപാറ, തോണ്ടിമല ഉൾപ്പെടെയുള്ള മേഖലകളിലെല്ലാം വ്യാപകമായ കാട്ടാന ആക്രമണമാണ് നടക്കുന്നത്. ഇപ്പോഴെന്താണെങ്കിലും ഒരു ദാരുണ അന്ത്യം കൂടി
അവിടെ സംഭവിച്ചിരിക്കുകയാണ്. നാട്ടുകാർ വലിയ പ്രതിഷേധത്തിലാണ്. ഇപ്പോൾ ശാന്തൻപാറ പോലീസിന്റെ ചെറിയൊരു സംഘം മേഖലയിൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ കൂടുതൽ പോലീസ് മേഖലയിലേക്ക് എത്തുന്നതായിട്ടാണ് നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം. അതുപോലെ തന്നെ ഉന്നത വനം വകുപ്പ് ഉദ്യോഗസ്ഥരും മേഖലയിലേക്ക് എത്തുമെന്നാണ് നാട്ടുകാർ പ്രതീക്ഷിക്കുന്നത്. എന്താണെങ്കിലും അത്തരത്തിലുള്ള നീക്കങ്ങളൊന്നും തന്നെ ഇതുവരെയും വനം വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്നും നാട്ടുകാർ ആരോപിക്കുന്നുണ്ട്. എന്താണെങ്കിലും അതിദാരുണമായിട്ടുള്ള ഒരു സംഭവമാണ് ഇന്ന് രാവിലെ 8 മണിയോടുകൂടി ചിന്നക്കനാലിൽ ഉണ്ടായിട്ടുള്ളത്. ശരി അനീഷ്, വളരെ വ്യക്തമാണ്. ഇപ്പോൾ നാടിനടക്കിയ ഒരു വലിയ സംഭവം തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ഇടുക്കി ജില്ലയിൽ വീണ്ടും കാട്ടാനക്കലിയിൽ ഒരു ജീവൻ കൂടി നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം. ചിന്നക്കനാലിലാണ് കാട്ടാനാക്രമത്തിൽ വീട്ടമ്മയുടെ ജീവൻ നഷ്ടമായിരിക്കുന്നത്. സിംഗകണ്ഠം സ്വദേശി വെള്ളസ്വാമിയുടെ മകൾ മാരിയാണ് കൊല്ലപ്പെട്ടത്. മകനെ സ്കൂളിൽ വിടുവാൻ പോകുമ്പോഴായിരുന്നു കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത്. വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു അനീഷ്.